ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് വരാം. ഞാനും എൻ്റെ അമ്മ സജിനിയും അനുജൻ സനലും പാലക്കാട് നിന്ന് 10 സെൻറ്റ് സ്ഥലവും വീടും വിട്ട് ആലപ്പുഴയ്ക്ക് സ്ഥലം മാറി. അവിടെ ഞങ്ങൾ 5 സെൻറ്റ് സ്ഥലത്തും ഒരു കൊച്ചു വീടും വാങ്ങി താമസം തുടങ്ങി. എൻ്റെ പേര് സനോജ് എന്നാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ പോകുന്നു. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെത്തി പണി അറിയാൻ കാരണം എനിക്ക് അശോകൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ കീഴിൽ ജോലിയും കിട്ടി. അനുജൻ സനൽ ഡിഗ്രി ഫൈനലാണ്. പാലക്കാട്ട് വെച്ച് അമ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിയത്. ഞാൻ 7ൽ പഠിക്കുന്ന സമയത്താണ് പാലക്കാട് ഒരു തമിഴത്തിക്കൊപ്പം എൻ്റെ അച്ഛൻ നാട് വിട്ടു പോയത്. ആ തന്തയുടെ കാര്യം അധികം ഞാൻ പറയുന്നില്ല. 2 മക്കളെ അമ്മയ്ക്ക് കൊടുത്ത ശേഷം അമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ സ്വന്തം അവകാശം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയതാണ് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾ. ഒടുക്കം നാട്ടിലെ കുറച്ച് പ്രമാണിമാർ ഇടപെട്ട് അച്ഛനിട്ട് 4 പൊട്ടിച്ചാണ് ആ പ്രശ്നം പരിഹരിച്ചത്. തമിഴത്തിക്കൊപ്പം നാട് വിട്ടു പോയിട്ടും നാട്ടുകാരറിയാതെ അച്ഛൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ വരൽ പതിവായിരുന്നു. അച്ഛനും അമ്മയും ഡിവോഴ്സായിട്ട് കൂടി അച്ഛൻ്റെ ഭീഷണികൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഒടുക്കം ഗതി കെട്ടാണ് അമ്മ ഉള്ള സ്ഥലം കിട്ടിയ കാശിന് വിറ്റ് ആരോടും ഒന്നും പറയാതെ ആലപ്പുഴയിൽ ഒരു ഗ്രാമത്തിൽ വന്ന് താമസം ആരംഭിക്കുന്നത്. ഞാൻ ജോലിക്ക് ഇറങ്ങിയ ശേഷം അമ്മയുടെ പകുതി ഭാരം കുറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ അമ്മയ്ക്ക് കൊയ്ത്ത് ജോലിയാണ് കിട്ടിയത്. കൊയ്യാനും ഞാറ് നടാനും മെതിക്കാനുമെല്ലാം അമ്മ ദിവസങ്ങൾക്കുള്ളിൽ പഠിച്ചു. അനുജൻ പഠിത്തം തുടർന്നു. ഞങ്ങൾ ഒത്തിരി ആർഭാടങ്ങളില്ലാതെ അങ്ങനെ ജീവിച്ചു പോന്നു. ഇതൊരു ഉണ്ടാക്കിയെഴുത്ത് കഥയല്ല, മറിച്ച് ഞാൻ നേരിൽ കണ്ട അപൂർവ ഇനം ഒരു കൊച്ചു സംഭവം മാത്രമാണ്. പക്ഷെ നിങ്ങളെ രസിപ്പിക്കണമെങ്കിൽ കഥരൂപത്തിൽ എഴുതണമല്ലോ, അതായത് കഥരൂപത്തിൽ പറയണമല്ലോ. ഞങ്ങളുടെ വീടിന് തൊട്ട് ചേർന്ന് ഒരു ഹിന്ദിക്കാരൻ്റെ ഫാമിലി താമസിച്ചിരുന്നു. കമ്പിളി പുതപ്പ് ഐറ്റംസ് പരിശോധിക്കുന്ന ഒരു ഗ്രാമീണനായ ഭായിയും അയാളുടെ ഭാര്യയും ഒരു മകളും. ഭായിക്ക് 40ഉം അയാളുടെ ഭാര്യയ്ക്ക് 37 വയസ്സും ഉണ്ടായിരുന്നു. അതായത് 48 വയസ്സുള്ള എൻ്റെ അമ്മ സജിനയേക്കാൾ ഇളയതായിരുന്നു അവർ രണ്ടാളും. അവരുടെ ഏക മകൾ മല്ലിക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 19 വയസ്സുണ്ട്. എങ്കിലും കണ്ടാൽ +1 പഠിക്കുന്ന പെണ്ണാണെന്നേ തോന്നും. എണ്ണ കറുപ്പും ചെമ്പൻ മുടിയും മൂക്കിലൊരു റിങ്ങും ധരിച്ച് സുന്ദരി വേഷമായിരുന്നു മല്ലികയുടേത്. അത് അവളുടെ സൗന്ദര്യം കണ്ടാൽ തന്നെ എല്ലാവരും മതിമറന്നു പോകും. ലൂസായ സെൽവാറും മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഉടുപ്പുമാണ് അവൾ ധരിച്ചിരുന്നത്. കണ്ടാൽ നിഷ്കളങ്കമായ മുഖവും മെല്ലിച്ച ശരീരവും ഒരു മുതിർന്ന സ്ത്രീയുടെ തോൾ വരെ ഉയരവും മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത്. കൊഞ്ചിപ്പ് കലർന്ന മലയാളം അവർ 3 പേർക്കും വശമുണ്ടായിരുന്നു. അവർ മറ്റുള്ളവരോട് അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരല്ലായിരുന്നു. അയാളുടെ ഭാര്യയും മോളും ഇടയ്ക്ക് മാത്രം അമ്മയോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുട്ടിന് മുകളിൽ മല്ലിക എന്ന 19കാരി ഉടുപ്പ് ധരിക്കുന്നത് കണ്ടിട്ട് ഞാൻ അവളെ ഓർത്തി ഉറങ്ങാത്ത ദിവസങ്ങൾ പോലുമുണ്ട്. പക്ഷേ പിന്നീടാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. 48 വയസ്സുള്ള എൻ്റെ അമ്മ സജിനിക്ക് മല്ലിക എന്ന പെൺകുട്ടിയോട് ഒരു ലൈൻ വലി പോലെ. അവളെ അമ്മ ഇടയ്ക്ക് കെട്ടിപ്പിടിക്കുന്നതും കവിളിലും നെറ്റിയിലും ഉമ്മ വെക്കുന്നതും അവൾ തിരിച്ച് അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നതും പലപ്പോഴും ഞാൻ കണ്ടു നിന്ന് എനിക്ക് വല്ലാത്തൊരു ഫീല് തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം അമ്മ ജനാലയിലൂടെ നോക്കി നൈറ്റിക്ക് മുകളിലൂടെ എന്തൊക്കെയോ ചെയ്യുന്നത് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ മല്ലിക ഉടുപ്പും ഇട്ട് പാത്രം കഴുകുകയായിരുന്നു. ഭാര്യയും കമ്പിളി വിതരണം ചെയ്യാനും എൻ്റെ അനുജൻ സനൽ പഠിക്കാനും പോയിരുന്നു. അപ്പുറത്ത് മല്ലിക മാത്രം. ഞാൻ ക്ഷീണിച്ച് ഒന്ന് മയങ്ങിയതും പുറത്തു നിന്ന് പതക് പതക് എന്നൊരു ശബ്ദം കേട്ടു. കാലുകൾ തറയിൽ കുത്തുന്ന ശബ്ദം പോലെ അതെൻ്റെ കാതിൽ മുഴങ്ങി. ഞാൻ മെല്ലെ പുറത്തേക്ക് നോക്കിയതും അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അതായത് അവർ 2 പേരും അവിടെ സുഖിപ്പിച്ചും എന്തൊക്കെയോ കാട്ടുന്നു. അത് ഞാൻ എൻ്റെ ഫോണിൽ പടർത്തി. 15 മിനിറ്റോളം അവർ തമ്മിൽ കെട്ടി വരിഞ്ഞ് സുഖിച്ച ശേഷം 2 ആളും ഡ്രസ്സ് നേരെയിട്ട് വീട്ടിലേക്ക് മടങ്ങി. പിന്നെ മല്ലിക ആരുമില്ലാത്തപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കയറി. അമ്മയും മല്ലികയും ഇത് തന്നെയാണ് ജോലി. അടുക്കളയിലും ബാത്റൂമിലും എല്ലാ സ്ഥലത്തും ഇത് തന്നെ. അങ്ങനെ ഒരിക്കൽ രാത്രി ഞാൻ അമ്മയെ ഭീഷണിപ്പെടുത്തി ഈ ഫോണിലെ വീഡിയോസ് കാണിച്ച് കളിക്കാലോ എന്ന് കരുതി റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത് അമ്മ ആരെയോ തോളത്തിട്ടുകൊണ്ട് നഗ്നമായി അമ്മയുടെ മുറിയിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടു. ഈ പാതിരാത്രി ആരെയാണ് അമ്മ തോളത്ത് കിടത്തി റൂമിൽ കയറിയത് എന്നായി എൻ്റെ ആലോചന. ഞാൻ ശബ്ദമുണ്ടാക്കാതെ മൊബൈലും കയ്യിൽ പിടിച്ച് അമ്മയുടെ റൂമിന് അരികിലെത്തിയപ്പോൾ പരിചയമുള്ള വേറൊരു ശബ്ദം ഞാൻ കേട്ടു.
വേണ്ടമ്മേ പ്ലീസ്, അയ്യോ എന്നെ വീടമ്മേ പ്ലീസ്. മിണ്ടാതെ വാ മൂടി കിടക്കട. ചേട്ടായി എണീക്കും. എനിക്ക് വയ്യ അമ്മേ. ആദ്യമായിട്ടല്ലല്ലോ മോനെ അമ്മ ചെയ്യുന്നത്. വേദനിക്കും അമ്മ. എനിക്ക് സോപ്പ് ചെല്ലുമ്പോൾ ജീവൻ പോകുവാ എൻ്റെ. ശരിയായി വരുമട ചെറുക്ക. അമ്മ വേണ്ട പ്ലീസ്. ഇതാ നിൻ്റെ കുഴപ്പം. അമ്മയ്ക്ക് കിടന്നാൽ ആ തൊലി മൊത്തം പിന്നോട്ട് വലിഞ്ഞ് ഞരമ്പ് വിട്ട് വേദന മാറും. ഞാൻ കല്യാണം കഴിക്കേണ്ടതില്ലേ സനലൂട്ടാ? അമ്മ എൻ്റെ അനിയൻ സനലിനെയാണ് ചെയ്യാൻ കൊണ്ടുപോയിരിക്കുന്നതെന്ന് അറിഞ്ഞ് എനിക്ക് കണ്ണും തലയും ചുറ്റാൻ തുടങ്ങി. സ്വന്തം അമ്മ ഈ ഇളയ മകനെ പരിപാടി ചെയ്യുന്നു. പല തവണ അവനെ അമ്മ ഉറക്കിയിട്ടുണ്ട്. ചുമ്മാതല്ല ചെറുക്കൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ഭയം നിഴലിക്കുന്നത്. അമ്മ അടുത്ത് നിൽക്കുമ്പോൾ വരെ അവൻ അസ്വസ്ഥനാകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ അമ്മ അവിടെ താണ്ഡവമാടാൻ തുടങ്ങി. വാതിലകത്ത് നിന്ന് കുറ്റിയിട്ടിരിക്കുന്നത് കാരണം എനിക്കൊന്നും കാണാനും പറ്റിയില്ല. ഞാൻ എൻ്റെ മുറിയിൽ കയറിപ്പോയി. എൻ്റെ മനസ്സിൽ അമ്മയെ എന്തെങ്കിലും ചെയ്യണം, മല്ലികയെയും എന്ന് മാത്രം ചിന്തയായിരുന്നു. പിന്നീട് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ വാടി തളർന്ന പൂവ് പോലെ അനിയൻ ഇരുന്ന് ചായ കുടിക്കുന്നു. അമ്മ ഒന്നും അറിയാത്ത പോലെ അടുക്കളയിൽ നിന്ന് വലിയ ബാഗും കുലുക്കി ദോശ ചുടുന്നുണ്ട്. ഞാൻ പല്ല് തേക്കാനായി ബാത്റൂമിൽ കയറി. ബാത്റൂമിൻ്റെ ചെറിയ അയയിൽ അനുജൻ ഇന്നലെ ഇട്ടിരുന്ന ബർമുടയും നീല ബനിയനും കിടക്കുന്നത് ഞാൻ കണ്ടു. പച്ച ബർമുട ഞാൻ എടുത്ത് ഒന്ന് പരതി നോക്കി. അവൻ്റെ ബർമുടയിലെല്ലാം ചോരയായിരുന്നു. അമ്മ ചെറുക്കനെ പൊതിച്ച് പദം വരുത്തി എനിക്ക് മനസ്സിലായി. വാടിയ മുഖത്തോടെ അവശനായി സനൽ എന്ന എൻ്റെ അനിയൻ കോളേജിലേക്ക് പോയി. പിന്നെ വീട്ടിൽ ഞാനും അമ്മയും മാത്രമായി. ഞാൻ അമ്മ ചായ കുടിച്ച് കഴിയുന്നതും വെയിറ്റ് ചെയ്ത് അമ്മയെ എന്തെങ്കിലും ചെയ്യാൻ തക്കം പാർത്ത് റൂമിൽ തന്നെ ഇരുന്നു. അമ്മ കൈ കഴുകാനായി അടുക്കള വശത്തേക്ക് പോയതും അയ്യോ മോളെ വീട്ടിൽ എന്ന ശബ്ദം കേട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി. മല്ലികയെ അമ്മയെ വട്ടം പൊക്കി പിടിച്ച് എടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. എൻ്റെ അനുജന് മുന്നിൽ അമ്മ പുലിയും മല്ലിക എന്ന കിളുന്ത് പെണ്ണിനെ അമ്മ പൂച്ചയായ ഭാര്യയുമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ അമ്മ സജിനിയെയും കൊണ്ട് മല്ലിക അവളുടെ വീട്ടിൽ കയറി വാതിലടച്ചു. ഇത് പറ്റിയ തക്കമാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നിലയിൽ ഒരു കൗമാരക്കാരി ഇന്ത്യ വയസ്സുള്ള തടിച്ച് കൊഴുത്ത 48 ഒത്ത ഒരു ആൻറ്റിയെയും കിട്ടും. സ്വന്തം അനുജൻ്റെ എന്തൊക്കെയാണ് അമ്മ കാട്ടിക്കൂട്ടിയത്. തെല്ലുപായത്തോടെ വിറച്ച് ഒരു ലുങ്കി മാത്രം എടുത്ത് ഞാൻ മല്ലികയുടെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ ജനലയിൽ 2 തട്ട് തട്ടി. പിന്നെ പുറത്തേക്ക് ഒരു സൗണ്ടും കേൾക്കുന്നില്ല, നിശബ്ദത മാത്രം. ഞാൻ വീണ്ടും ജനാലയിൽ 2 വട്ടം തട്ടി. ആരാ അത് എന്ന് അമ്മ പരുക്കമായി എന്നോട് ചോദിച്ചു. ഞാനൊന്നും മിണ്ടാതെ വീണ്ടും ജനാലയ്ക്കിട്ട് 2 തട്ട് കൊടുത്തു. ആരാന്ന് ചോദിച്ചത് അമ്മ അല്പം ദേഷ്യപ്പെട്ട് വാതിൽ തുറന്ന് നോക്കാനായി എഴുന്നേൽക്കും പോലെ എനിക്ക് തോന്നി. ഞാൻ പതിയെ ജനാലക്കരികിൽ നിന്ന് മറഞ്ഞു നിന്നു. അമ്മ വന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. എൻ്റെ നെഞ്ചി പടപടാന്ന് ചെറുതായി ഇടിക്കുന്നുണ്ടായിരുന്നു. ആരാ ഈ ജനാലയിൽ വന്ന് മുട്ടിയത്? ചോദിച്ചേ കേട്ടില്ലേ ആരാന്ന്. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത പാർട്ട് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. ഓക്കെ ബൈ.